മുക്തിയുടെയും ശങ്കറിന്റെയും കോളേജ് കാലഘട്ടം. ശങ്കറിന്റെ ഇത് എപ്പോഴും ദേഷ്യം വരുന്ന ക്യാരക്ടറാ. ചെറിയ കാര്യത്തിനും അവൻ തല്ലും. ഇപ്പോഴും തല്ലുകയാണ്. അതേ കോളേജിൽ PhD ചെയ്യുകയാണ് മുക്തി. ശങ്കറിന്റെ ക്യാരക്ടറിന് ഓപ്പോസിറ്റ് ആണ് മുക്തിയുടെ ക്യാരക്ടർ. ഈ വയലന്റ് ആയ സ്വഭാവമുള്ള ആളിനെ എങ്ങനെ ശാന്തമാക്കി കൊണ്ടുവരാമെന്നാണ് മുക്തി ചിന്തിക്കുന്നതും തീസിസ് ചെയ്യുന്നതും. അതിനു വേണ്ടിയിട്ടുള്ള സെമിനാർ എടുക്കുന്ന ഹാളിലേക്ക് തന്നെ ശങ്കർ ഒരാളെ തല്ലുവാനായി എത്തുന്നു. അത് കണ്ട മുക്തി ശങ്കറിന്റെ അടുത്ത് എത്തുകയും ശങ്കറിനെ തല്ലുവാനായി പോവുകയും ചെയ്യുന്നു. മുക്തിയുടെ കയ്യിൽ പിടിച്ച ശങ്കർ ആണെങ്കിൽ മുക്തിയെ കണ്ടതും അവളോട് പ്രണയം തോന്നും. അപ്പോഴേക്കും പോലീസും വന്നിരുന്നു. ഇത്രയും നല്ല സുന്ദരിയായ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അടിവാങ്ങാതെ എങ്ങനെ പോകാനാ എന്ന് പറഞ്ഞുകൊണ്ട് മുക്തിയുടെ കൈ പിടിച്ച് തന്റെ കവിളിലടിച്ചിട്ടാണ് ശങ്കർ അവിടെ നിന്ന് പോകുന്നതും. അതെല്ലാം കാണുന്ന മുക്തിക്ക് ചിരി വരുന്നുണ്ട്. എന്നാൽ അതെല്ലാം കണ്ടുകൊണ്ട് നിന്ന പ്രൊഫസർ ഒരിക്കലും ഈ സ്വഭാവമുള്ള ആളിനെ മാറ്റിയെടുക്കാനേ പറ്റില്ല എന്ന് പറയും. പറ്റുമെന്ന് തന്നെ മുക്തി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരാളിനെ നീ മാറ്റി കാണിക്കേ, നിന്റെ തീസിസ് ഞാൻ അപ്രൂവ് ചെയ്യുമെന്നും പ്രൊഫസർ പറയുന്നു. അതോടെ മുക്തി ശങ്കറിനെ വെച്ച് തന്നെ തെളിയിക്കണമെന്നും തീരുമാനിക്കും. ശങ്കറിനെ ഒരു പരീക്ഷണ വസ്തുവായി മാത്രമാണ് മുക്തി കാണുന്നതും.